ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്റ്റിങ്വിഷർ ഫോർ എഞ്ചിനീയറിംഗ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു ഫയർ പമ്പ് റൂമിന്റെ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്ന് നാം പരിചയപ്പെട്ടിരുന്നത് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് കേസ് ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് ആയിരുന്നു. എന്നാൽ നാം അന്ന് പറഞ്ഞിരുന്നു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെക്ഷനിൽ നെഗറ്റീവ് സെക്ഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നാം പ്രിഫർ ചെയ്യുന്നത് വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ് ആണ്. ഇതിന് പുറമെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആസ് പെർ UAE ഫയർ കോഡ് ആൻഡ് NFPA ഫയർ വാട്ടർ ടാങ്ക് ഷാൽ ബി ഡയറക്ട്ലി ബിലോ ദ പമ്പ് സെക്ഷൻ ഫോർ വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ്. അതായത് നമ്മുടെ വാട്ടർ ടാങ്ക് പമ്പ് റൂമിന്റെ ഡയറക്റ്റ് ബിലോ ആണ്, നെഗറ്റീവ് സെക്ഷൻ ആണ്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നാം പ്രിഫർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പമ്പ് സെറ്റ് ആണ് വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് ഫയർ പമ്പ് സെറ്റ്. ഇത്തരം വെർട്ടിക്കൽ ടർബൈൻ ഫയർ പമ്പ് സെറ്റിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടാം. ഹൊറിസോണ്ടൽ ടൈപ്പ് പമ്പ് സെറ്റ് ആണെങ്കിലും വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റ് ആണെങ്കിലും ഒരു പമ്പ് റൂമിൽ നാം കോമൺലി 3 ടൈപ്പ് പമ്പുകളാണ് കാണാറുള്ളത്: ജോക്കി പമ്പ്, ഇലക്ട്രിക് പമ്പ് ആൻഡ് ഡീസൽ പമ്പ്. ഇത് നാം ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഡിസ്ചാർജ് സൈഡിലുള്ള ആക്സസറീസ്, വാൽവ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എല്ലാം ഹൊറിസോണ്ടൽ ടൈപ്പ് പമ്പ് സെറ്റിനും വെർട്ടിക്കൽ ടർബൈൻ ടൈപ്പ് പമ്പ് സെറ്റിനും ഓൾമോസ്റ്റ് സെയിം ആണ്. നാം ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് പമ്പ് സെറ്റ് കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് സൈഡിൽ ഒരു കോൺസെൻട്രിക് ഇൻക്രീസർ ഉണ്ടാവും. അത് ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നാം ഒരു പ്രഷർ റിലീഫ് വാൽവ് കണക്ട് ചെയ്യും. പിന്നെ ചെക്ക് വാൽവ്സ് ഉണ്ടാവും, NRVs. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ വാൽവ്സ് ഉണ്ടാവും. ഇൻബിറ്റ്വീനായിട്ട് ടെസ്റ്റ് ആൻഡ് ഡ്രെയിൻ ലൈൻ ഓർ ടെസ്റ്റ് ആൻഡ് ഡ്രെയിൻ വാൽവ്സ് ഉണ്ടാവും. ഡിസ്ചാർജ് ലൈനിലേക്ക് കണക്ഷൻ ഉണ്ടാവും. പിന്നെ സെപ്പറേറ്റ് കൺട്രോൾ പാനൽസ് ഫോർ ജോക്കി പമ്പ്, ഇലക്ട്രിക് പമ്പ്, ഡീസൽ പമ്പ് ഇതെല്ലാം ഉണ്ടാവും. പ്രഷർ സെൻസിങ് ലൈൻ ഉണ്ടാവും. ഇത്തരം അലാം ചെക്ക് വാൽവ്സ് അങ്ങനെയുള്ള ഇത്തരം എല്ലാ ഡീറ്റെയിൽസുകളും ലാസ്റ്റ് വീഡിയോയിൽ നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ വെർട്ടിക്കൽ ടർബൈൻ പമ്പ് സെറ്റിന്റെ കേസിൽ മെയിൻ ഡിഫറൻസ് വരുന്നത് സക്ഷൻ സൈഡിലാണ്. സക്ഷൻ സൈഡിൽ ഇവിടെ വെർട്ടിക്കൽ ടർബൈൻ പമ്പ് സെറ്റിന്റെ കേസിൽ നാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെർട്ടിക്കൽ ടർബൈൻ ആണ്. എന്നാൽ ഇത് കോമൺ ആയിട്ട് നാം പമ്പ് റൂമിൽ വിസിറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ടർബൈൻ നോർമലി കാണാറില്ല. കാരണം അത് വാട്ടർ ടാങ്കിലേക്ക് ഡയറക്റ്റ്ലി ഇറക്കി വെക്കുന്ന സ്റ്റേജിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഒരു വെർട്ടിക്കൽ ടർബൈൻ്റെ ഇൻസ്റ്റലേഷനും കൂടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. വെർട്ടിക്കൽ ടർബൈൻ പമ്പ് സെറ്റിന്റെ സക്ഷൻ അസംബ്ലിയിൽ നമുക്കറിയാം അതിൽ ഡിസ്ചാർജ് ഹെഡ് ഉണ്ടാകും. അതുപോലെ തന്നെ ബൗൾ ആൻഡ് ഇംപിലർ അസംബ്ലി ഉണ്ടാവും, കോളംസ് ഉണ്ടാവും, ഷാഫ്റ്റ് സീൽ ഉണ്ടാവും, അതുപോലെ സ്ട്രെയിനേഴ്സ്, ഇങ്ങനെയുള്ളതെല്ലാം ഇൻക്ലൂഡ് ആവുന്നതാണ് നമുക്ക് സക്ഷൻ അസംബ്ലി ഓഫ് വെർട്ടിക്കൽ ടർബൈൻ ഫയർ പമ്പ് സെറ്റ്.